മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ടയിലും പാലക്കാട് ജില്ലയിലും മലയോര മേഖലയിലും മഴ കനത്തു. മലപ്പുറം താഴേക്കാട്ടും പാലക്കാട് മംഗലം ഡാമിലും ഉരുൾപൊട്ടൽ. പാലക്കാട് 70 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതിരപ്പള്ളി വനമേഖലയിൽ കനത്ത മഴ. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം കൂട്ടിക്കൽ ഏന്തയാർ കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിൽ മഴ കുറഞ്ഞു. ഇടുക്കി ഡാമിലെ ജലനിരപ്പിൽ നേരിയ വർധന. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 42 പേർ മരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തബാധിതർക്ക് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. തകർന്ന റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർമ്മാണം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പ്രവചിക്കുന്നതിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് സാങ്കേതികമായ പരിമിതികളുണ്ടെന്ന് മുഖ്യമന്ത്രി. നിലവിലുള്ള സാങ്കേതിക വിദ്യ ഇനിയും മെച്ചപ്പെടാനുണ്ട്. റൂം ഫോർ റിവർ പദ്ധതി 1-2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതല്ലെന്നും മുഖ്യമന്ത്രി. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കണം. സർക്കാരിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രതിപക്ഷം. വിമർശനങ്ങൾ ആരോഗ്യപരമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 200 കോടിയോളം രൂപയുടെ കൃഷിനാശമുണ്ടായെന്ന് മന്ത്രി പി പ്രസാദ്. കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകും. കാലതാമസമില്ലാതെ എഫ്ഐആർ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായും കൃഷിമന്ത്രി. അവധി ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളാക്കി ജീവനക്കാർ ഓഫീസിലുണ്ടാകണമെന്നും മന്ത്രിയുടെ നിർദ്ദേശം. ചെറിയാൻ ഫിലിപ്പിന്റെ പുതിയ നിയമനം റദ്ദാക്കി സംസ്ഥാന സർക്കാർ. റദ്ദാക്കിയത് ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിച്ച ഉത്തരവ്. ദുരന്ത നിവാരണത്തിൽ മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്ത നിവാരണത്തിൽ ഫലപ്രദമായ നടപടികളാണ് ആലോചിക്കുന്നത്. താൻ ആരുടെയും രക്ഷകർത്താവല്ലെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് കായക്കൊടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് കായക്കൊടി കുറ്റ്യാടി സ്വദേശികൾ. പീഡനം പ്രണയം നടിച്ച് സ്വമേധ്യാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. വടകര റൂറൽ എസ്പിയോട് റിപ്പോർട്ട് തേടി. കുറ്റ്യാടിയിൽ 17-കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്ത്രീ സുരക്ഷയിൽ സർക്കാർ പരാജയമെന്ന് വീണ്ടും തെളിഞ്ഞെന്നും വിമർശനം. കുറ്റക്കാർക്ക് മാതൃകാപരമായി ശിക്ഷ ലഭിക്കുന്നതിന് പഴുതടച്ച് അന്വേഷണം നടത്തണമെന്നും വി ഡി സതീശൻ. ലഖിംപൂർ കൂട്ടക്കൊലയിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നതായി കോടതി. സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഉത്തരവ്. ആഗ്രയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചയാളുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. ലക്നൌവിൽ നിരോധനാജ്ഞ. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധി. സംസ്ഥാനത്ത് 11,150 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 94,000-ലേറെ സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.84%. അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള യാത്രാ മാർഗരേഖ പുതുക്കി കേന്ദ്രം. വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. റോഡ് നവീകരണ പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ച കരാറുകാരനെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. കോഴിക്കോട്ടെ നാദ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കും. നടപടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ശുപാർശയിൽ. ജനപ്രതിനിധികൾ കരാറുകാരെ കൂട്ടി മന്ത്രിയെ കാണാൻ വരേണ്ട എന്ന മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഹമ്മദ് റിയാസ് പറഞ്ഞത് പാർട്ടി നിലപാട്. ഇക്കാര്യത്തിൽ CPM-ൽ ഭിന്നതയില്ലെന്നും പിണറായി വിജയൻ. പത്മ അവാർഡ് മാതൃകയിൽ സംസ്ഥാനത്തും പരമോന്നത പുരസ്കാരം കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നീ പേരുകളിൽ കേരളപ്പിറവി ദിനത്തിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ആരിൻ ഖാന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആരിൻ ഖാൻ ആർദർ റോഡ് ജയിലിൽ തുടരും. അർബാസ് മെർച്ചൻ, മുൻമുൻ ദമേജ് എന്നിവർക്കും ജാമ്യമില്ല. ജാമ്യം കൊടുത്താൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതി. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. പൂഞ്ചിൽ ഭീകരർക്കായി 10ാം ദിവസവും തെരച്ചിൽ. വനമേഖലയ്ക്ക് സമീപം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് നാട്ടുകാർക്ക് നിർദ്ദേശം. മഴക്കെടുതിയിൽ ഉത്തരാഖണ്ഡിൽ മരിച്ചവരുടെ എണ്ണം 46ആയി ഉയർന്നു. ദുരന്ത ഭൂമിയായി നൈനിറ്റാൾ. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. KSRTC സിവിൽ വിഭാഗം മേധാവി ചീഫ് എഞ്ചിനീയർ R. ഇന്ദുവരെ സസ്പെൻഡ് ചെയ്തു. നടപടി എറണാകുളം ഡിപ്പോയിലെ കാരക്കാമുറി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും ഗ്യാരേജിന്റെയും നിർമ്മാണത്തിലെ ക്രമക്കേടിൽ 5 ഡിപ്പോകളുടെ നിർമ്മാണത്തിലും ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തൽ.
ആംഡ് പോലീസ് ബറ്റാലിയനിലെ പോലീസുകാരെ തെരുവ് നായ്ക്കളോട് ഉപമിച്ച് വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഐജിയുടെ ഉത്തരവ്. തൃശൂർ സിറ്റിയിലെ CPO ശ്രീജിത്ത്, കോട്ടയം സ്റ്റേഷനിലെ ഗ്രേഡ് SI ചന്ദ്രബാബു, വർക്കല സ്റ്റേഷനിലെ CPO വിനോദ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം. ചെല്ലാനം പഞ്ചായത്തിൽ 2020 UDF സഖ്യം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായി. അവിശ്വാസം പാസായത് 9-നെതിരെ 12 വോട്ടിന്. ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ബജ്രംഗ് ദൾ ഹിന്ദു യുവവാഹിനി പ്രവർത്തകർ. സംഭവം ഈ മാസം 10-ന്. ആക്രമണം മതപരിവർത്തനം ആരോപിച്ച്. സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. നവംബർ 3 വരെയാണ് റിമാൻഡ് നീട്ടിയത്. നടപടി എറണാകുളം ACGM കോടതിയുടേത്. വ്യാജരേഖകൾ ചമച്ച് പണം തട്ടിയ കേസിൽ റജി മലയിൽ പോലീസ് കസ്റ്റഡിയിൽ. ഈ മാസം 25-ാം തീയതി വരെയാണ് കസ്റ്റഡി കാലാവധി. നടപടി വ്യാജരേഖകൾ ചമച്ച് ബാങ്കിൽ നിന്നും 1,83 ലക്ഷം രൂപ തട്ടിയ കേസിൽ. മുട്ടിൽ മരമുറിക്കൽ കേസിലെ പ്രതി റോജി അഗസ്റ്റിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. നടപടി മാനന്തവാടി ജില്ലാ ജയിൽ അധികൃതരെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഒരാഴ്ചത്തെ കോവിഡ് നിരീക്ഷണത്തിന് ശേഷം സെല്ലിലേക്ക് മാറ്റും. നിലമ്പൂർ MLA PV അൻവർ നിയമസഭയിലെത്തി. അൻവർ എത്തുന്നത് ആദ്യ സഭാ സമ്മേളനത്തിന് ശേഷം ഇതാദ്യം. സഭയിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ വീട്ടുകരം തട്ടിപ്പിൽ നിരാഹാര സമരവുമായി BJP കൗൺസിലർമാർ. നിരാഹാര സമരം കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ. പ്രതികളെ അറിയാമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ. അട്ടപ്പാടിയിലെ ആരോഗ്യ പ്രവർത്തകരോട് വീണ്ടും അവഗണന. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ആദിവാസി വിഭാഗത്തിലെ 35 പേരടക്കം 132 ജീവനക്കാർക്ക് 3 മാസമായി ശമ്പളമില്ല. ആശുപത്രിയുടെ പ്രവർത്തന സമയം വെട്ടിക്കുറയ്ക്കുകയോ ജീവനക്കാരെ പിരിച്ചുവിടുകയോ വേണ്ടിവരുമെന്ന് അധികൃതർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ വൈദികൻ അറസ്റ്റിൽ. വരാപ്പുഴ തുണ്ടത്തുംകടവ് തൈപ്പറമ്പിൽ സിബി വർഗീസിനെ അറസ്റ്റ് ചെയ്തു. മരണ സെന്റ് മേരീസ് മഗ്ദലിൻ പള്ളി സഹവികാരിയാണ്. ആലപ്പുഴ പള്ളിപ്പാട് ഡിവൈഎഫ്ഐ RSS സംഘർഷം. RSS പ്രവർത്തകൻ വെട്ടേറ്റു. പള്ളിപ്പാട് സ്വദേശി M ഗിരീഷിനാണ് വെട്ടേറ്റത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരുക്ക്. കോടതികളിലെ കരാർ നിയമനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. കരാർ നിയമനങ്ങൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു വിഭാഗം ജീവനക്കാരുടെ അവകാശങ്ങളുടെ ലംഘനമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. കോടതി പരാമർശം ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി. ദേശീയ വാർത്തകൾ. സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്ത വാക്സിന്റെ കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. 102 കോടിയിലധികം ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനങ്ങൾക്ക് അവശ്യഘട്ടങ്ങളിൽ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞെന്നും വിശദീകരണം. സിംഗുവിലെ കർഷക പ്രക്ഷോഭ വേദിയിൽ ദളിത് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. ADGPയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച് പഞ്ചാബ് സർക്കാർ. ജമ്മു കശ്മീരിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത് NIA. ഭീകരരുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ്. മേഖലയിൽ റെയ്ഡ് തുടരുന്നു. 22 കോടിയുടെ മയക്കുമരുന്നുമായി മുംബൈയിൽ യുവതി പിടിയിൽ. ആന്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത് 7 കിലോ ഹെറോയിൻ. യുവതിയെ കസ്റ്റഡിയിലെടുത്തത് മുംബൈയിലെ സയണിൽ നിന്ന്. ബോളിവുഡ് താരം ജാക്ലിൻ ഫെർണാണ്ടസിനെ ED ചോദ്യം ചെയ്തു. നടപടി നടി ലീന മരിയാപ്പോൾ ഉൾപ്പെട്ട 200 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. നടി നോറ ഫത്തേഹിയെ ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിലെ അക്രമ സംഭവങ്ങളിൽ 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്ത് CBI. നടപടി കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും CBI. ഗോവയിലെ മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദയാനന്ദ് നാർവേക്കർ ആം ആദ്മി പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ. ഗോവയുടെ മാറ്റത്തിന് ആം ആദ്മി പാർട്ടി സംസ്ഥാനത്ത് ശക്തമാക്കണമെന്ന് ദയാനന്ദ് നാർവേക്കർ. ഒഡീഷയിലെ അധ്യാപിക മമിത മെഹറിന്റെ തിരോധാന കേസിൽ ഗവർണർക്ക് കത്തയച്ച് കോൺഗ്രസ്. കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യം. 24-കാരിയായ അധ്യാപികയെ കാണാതായത് ഈ മാസം 8-ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ശിവസേന MP ഭാവന ഗവാലി. ചിക്കൻ ഗുനിയ ബാധിച്ചതിനാൽ 15 ദിവസത്തെ സാവകാശം വേണമെന്ന വിശദീകരണം. ED ഹാജരാകാൻ ആവശ്യപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ. രാജസ്ഥാനിൽ കവർച്ചാശ്രമത്തിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ. DGPക്ക് കത്തയച്ച് കമ്മീഷൻ. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് നിർദ്ദേശം. 3 പതിറ്റാണ്ടിലേറെയായി ജമ്മു കശ്മീരിലെ ഭീകരവാദ ആക്രമണ കണക്കുകളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. പ്രത്യേക നേതാവോ സംവിധാനമോ ഭീകരവാദത്തെ പിന്തുണച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗുലാം നബി ആസാദ്. അന്താരാഷ്ട്ര വാർത്തകൾ.
ബ്രിട്ടനിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തി മൊറോക്കോ. തീരുമാനം ബ്രിട്ടനിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ച സാഹചര്യത്തിൽ. ജപ്പാനിൽ അഗ്നിപർവ്വത സ്ഫോടനം. അപകടമുണ്ടായത് വിനോദസഞ്ചാര മേഖലയായ മൗണ്ട് അസോയിൽ. ആളപായമില്ല. ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും 43 മരണം. 30 പേരെ കാണാതായി. 24 പേർക്ക് പരുക്ക്. ഗ്വാട്ടിമാലയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷം. റിപ്പബ്ലിക് ഓഫ് ഗ്വാട്ടിമാല കോൺഗ്രസ് ബിൽഡിംഗിന് മുന്നിൽ പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രക്ഷോഭകർ കോൺഗ്രസ് ബിൽഡിംഗിന് മുന്നിലെ വാഹനങ്ങൾക്ക് തീയിട്ടു. ഭരണമേറ്റെടുത്ത ശേഷം ആദ്യത്തെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുത്ത താലിബാൻ. അഫ്ഗാൻ സർക്കാരിനെ ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കണമെന്ന് റഷ്യ. കോൺഫറൻസിൽ ഇന്ത്യ, ചൈന, ഇറാൻ, പാകിസ്ഥാൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ. ബ്രസീലിലെ കോവിഡ് സാഹചര്യം നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം. യഥാർത്ഥ കണക്ക് മറച്ചുവെച്ചതിൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയ്ക്കെതിരെ കേസെടുക്കാൻ ശുപാർശ. വിവേചന അവകാശവാദങ്ങൾ ഉന്നയിച്ച 20 ജീവനക്കാരെ കൂടി പുറത്താക്കി ഗെയിമിംഗ് ഭീമന്മാരായ ആക്ടിവിഷൻ ബ്ലിസാർഡ്. മറ്റു ജീവനക്കാരോട് ലൈംഗിക ചുവയോടുകൂടി പെരുമാറുന്ന ഉദ്യോഗസ്ഥർ കമ്പനിയിലുണ്ടെന്ന യുവതിയുടെ പരസ്യ പരാമർശത്തിന് പിന്നാലെയാണ് നടപടി. COP26 ഉച്ചകോടിയിൽ നിന്നും വ്ളാദിമിർ പുടിൻ പിന്മാറി. റഷ്യൻ പ്രസിഡന്റിന്റെ പിന്മാറ്റത്തിന്റെ കാരണം വ്യക്തമല്ല. ഈ മാസം 31 മുതൽ നവംബർ 12 വരെയാണ് ഉച്ചകോടി. ഇംഗ്ലീഷ് ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് ഫുൾഹാം കാർഡിഫ് സിറ്റി പോരാട്ടം. മത്സരം രാത്രി 12:15. ജില്ലാ വാർത്തകൾ. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ യുവതി ആംബുലൻസിൽ പ്രസവിച്ച സംഭവത്തിൽ ആംബുലൻസ് ജീവനക്കാരെ അഭിനന്ദിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൃത്യമായ ഇടപെടലിലൂടെ യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചതിനാണ് അഭിനന്ദനം. കനത്ത മഴയിൽ കല്ലിയൂർ, വെള്ളായണി പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശം. പാണ്ടാരക്കരി പാടശേഖരം വെള്ളത്തിനടിയിൽ. പെരിങ്ങമല പാടശേഖരത്തിലും വ്യാപക നാശം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കിടപ്പ് രോഗിയായ ഭർത്താവിനെ ഭാര്യ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കും. CH കണാരൻ ദിനാചരണത്തിന്റെ ഭാഗമായി AKG സെന്ററിൽ CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ പതാക ഉയർത്തി. മുൻമന്ത്രി AK ബാലൻ, PK ശ്രീമതി ടീച്ചർ, TP രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം പുനലൂർ AE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സംസ്ഥാന വ്യാപകമായി +1 സീറ്റ് നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിലെ നിർമ്മാണം പൂർത്തിയായി. ഭഗവതിപുരം മുതൽ തെന്മല വരെ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ കടത്തിവിടും. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ട്രാക്കിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയതിനെ തുടർന്നായിരുന്നു നിയന്ത്രണം. മേഖല വഴിയുള്ള ഗതാഗതം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അച്ചൻകോവിൽ പ്രദേശവാസികൾ നടത്തിയ സമരങ്ങൾ ഫലപ്രാപ്തിയിലേക്ക്. പാത ഉടൻ തുറക്കും. തീരുമാനം സമരക്കാരുമായി തെങ്കാശി, കൊല്ലം കളക്ടർമാർ നടത്തിയ ചർച്ചയിൽ. കൊല്ലം ജില്ലയിൽ 846 പേർക്ക് കൂടി കോവിഡ്. 834 പേർക്ക് സമ്പർക്ക രോഗബാധ. 470 പേർക്ക് ഇന്ന് രോഗമുക്തി. കൊല്ലം കടക്കലിൽ RSS DYFI സംഘർഷത്തിൽ 4 പേർ പിടിയിൽ. 2 RSS പ്രവർത്തകരും 2 DYFI പ്രവർത്തകരുമാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ. പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് അഞ്ചൽ സ്വദേശി ഷംനാദിനെ. മഴക്കെടുതിയിൽ നഷ്ടപ്പെട്ട രേഖകൾ നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട കോമളം പാലത്തിന് സമീപം അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും അടിയന്തരമായി നീക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോട്ടയം പാലായിൽ +1 വിദ്യാർത്ഥിയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പാലാ കൊല്ലംപറമ്പിൽ ബോബിയുടെ മകൻ ഷിബിൻ ബോബിയാണ് മരിച്ചത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. എറണാകുളം ചെങ്ങമനാട് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റായത് തമിഴ്നാട് തേനി സ്വദേശി ഭഗവതി. കൂട്ടുപ്രതികളായ സുന്ദരരാജ്, ജേസൺ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. എറണാകുളം കളമശ്ശേരി പള്ളിലാങ്കരയിൽ SYS സാന്ത്വന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജു കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ ചൂട്ടുകത്തിക്കൽ പ്രതിഷേധവുമായി എറണാകുളം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി. സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പിന് മുന്നിൽ നടന്ന പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പനമ്പള്ളി നഗറിൽ തോക്ക് ചൂണ്ടി ഭീഷണി മുഴക്കിയ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കോതമംഗലം സ്വദേശി. ലഹരിമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ഭീഷണിയെന്ന് പോലീസ്. കൊച്ചി തുറമുഖത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല തീർത്ത് LDF ജില്ലാ കമ്മിറ്റി. CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി റിഫൈനറിയിൽ ഉത്പാദിപ്പിച്ച ബ്യൂട്ടിൽ അക്രിലേറ്റിന്റെ ആദ്യ ലോഡ് കയറ്റി അയച്ചു. ഫ്ളാഗ് ഓഫ് ചെയ്ത BPCL ഡയറക്ടർ വെറ്റ്സ രാമകൃഷ്ണ ഗുപ്ത. പെയിന്റ്, പ്ലാസ്റ്റിക് ഷീറ്റ്, തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ബ്യൂട്ടൈൽ.
എറണാകുളം പറവൂർ മൂത്തകുന്നത്ത് കഞ്ചാവ് വേട്ട 7 കിലോ കഞ്ചാവുമായി എരുമേലി സ്വദേശി പ്രവീൺ പിടിയിൽ. പറവൂർ എക്സൈസ് സംഘം പിടികൂടിയത് കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ്. എറണാകുളം കളമശ്ശേരിയിൽ മെട്രോ തൂണിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. മലപ്പുറം എടവന സ്വദേശി ഷാഹിദാണ് മരിച്ചത്. അപകടം പുലർച്ചെ 3 മണിയോടെ. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രം തുറന്നു. മലക്കപ്പാറ വാൽപ്പാറ റോഡിൽ നിയന്ത്രണങ്ങൾ തുടരും. ചന്ദ്രാപിന്നി CV സെന്റർ നൂറുൽ ഹുദ മസ്ജിദ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ NHM കെയർ കാരുണ്യ പദ്ധതിക്ക് തുടക്കം. നിർധനരായ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി. പാലക്കാട് ശക്തമായ മഴയിൽ വീട് ഭാഗികമായി തകർന്നു. മലമ്പുഴ ആനക്കൽ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്ന 4 പേരെ അടുത്ത വീട്ടിലേക്ക് മാറ്റി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഒലവക്കോട് മലമ്പുഴ റൂട്ടിൽ ഗതാഗത ക്രമീകരണം തുടങ്ങി. നടക്കാവ് റെയിൽവേ ഗേറ്റ് അടച്ചു. അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഗേറ്റ് തുറന്നു നൽകും. മലപ്പുറം കുഴിക്കാട്ടുപറമ്പിലെ പുത്തൻകുളത്തിൽ 11കാരൻ മുങ്ങി മരിച്ചു. കുഴിക്കാട്ടുപറമ്പ് സ്വദേശി മുജീബിന്റെ മകൻ ഹാഷിമാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ പോയ ഹാഷിം കാലുവഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. നബിദിനത്തോടനുബന്ധിച്ച് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി സംഘടിപ്പിച്ച മൗലിദ് സമാപിച്ചു. മുദ്രിസ് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ നേതൃത്വം നൽകി. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ വീടിന് മുകളിലേക്ക് വീണു. ആനയംകുന്ന് സ്വദേശി MC അലി ഫാസിലിന്റെ വീടിന് മുകളിലേക്കാണ് ആനയംകുന്ന് GLP സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത്. കോഴിക്കോട് വളർത്തുനായെ ഓട്ടോ ഇടിപ്പിച്ച് കൊന്ന സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. കോട്ടുള്ളി സ്വദേശി സന്തോഷ് കുമാറാണ് പിടിയിലായത്. വയനാട് ജില്ലയിൽ 328 പേർക്ക് കൂടി കോവിഡ്. 309 പേർക്ക് രോഗമുക്തി. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.90%. കണ്ണൂരിൽ 50 ലക്ഷത്തിലധികം വില വരുന്ന തിമിംഗല ചർത്തിയുമായി 2 പേർ പിടിയിൽ. കൊയ്പ്ര സ്വദേശികളായ ഇസ്മയിൽ, റഷീദ് എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. കണ്ണൂർ ജില്ലയിൽ 531 പേർക്ക് കോവിഡ്. 511 പേർക്ക് സമ്പർക്ക രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.14%. ഭാരതീയ ജനത SSC മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാൽമീകി ജയന്തി ദിനം ആചരിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ചേർന്ന് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കിനാനൂർ ചൂരിപ്പാറയിൽ പണി പൂർത്തിയായ ശാന്തിഗേഹം വാതക ശ്മശാനം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഒരു ദിവസം 10 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യമാണ് ശ്മശാനത്തിൽ ഉള്ളത്. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. നിവിൻ പോളി നായകനാകുന്ന ചിത്രം പടവെട്ടിന്റെ പോസ്റ്റർ പുറത്ത്. നവാഗതനായ ലിജു കൃഷ്ണ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സണ്ണി വെയിൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മാണം. പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനീസ് BH സംവിധാനം നിർവഹിച്ച ചിത്രം വെള്ളക്കാരന്റെ കാമുകി മാസം 28-ന് OTT റിലീസ് ചെയ്യും. രൺദേവ് ശർമ്മ, അദ്വൈത മനോജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് നവംബറിൽ റിലീസിനെന്ന സൂചന. ഒക്ടോബർ 25-ന് തിയേറ്ററുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ. രമേഷ് പിഷാരടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നോ വേ ഔട്ടിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. നവാഗതനായ നിതിൻ ദേവിദാസാണ് സംവിധാനം. ഫാക്ട് ചെക്ക്. അണപ്പലെടുക്കുമ്പോഴുള്ള വേദനയും വീക്കവും കുറയ്ക്കാൻ പൈനാപ്പിൾ ജ്യൂസ് സഹായിക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം. ദഹനത്തിന് സഹായിക്കുന്ന ബ്രോമിലിൻ എന്ന എൻസൈമുകൾ അടങ്ങിയവയാണ് പൈനാപ്പിളുകൾ. ഈ എൻസൈമുകൾ വേദനയ്ക്ക് പരിഹാരമാകുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകളില്ല. 2014 സ്പെയിനിലെ 34 രോഗികളിൽ നടത്തിയ പരീക്ഷണത്തിലും എൻസൈം നൽകിയ ശേഷം വേദനയ്ക്കോ വീക്കത്തിനോ മാറ്റം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഇല്ല. വീണ്ടും 100 ന്യൂസിലേക്ക് ഇപ്പോൾ കിട്ടിയത്. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും അടച്ചു. മഴ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. പഞ്ചാബിലെ അമൃത്സർ അതിർത്തി വഴി മയക്കുമരുന്ന് കടത്താനുള്ള പാക് സംഘത്തിന്റെ ശ്രമം BSF പരാജയപ്പെടുത്തി. ഇവരിൽ നിന്നും 1 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തു. അതിർത്തി കടത്താനുള്ള ശ്രമം കണ്ടെത്തിയത് BSFന്റെ ഡ്രോൺ നിരീക്ഷണത്തിൽ. ധൻബാദ് ജില്ലാ ജഡ്ജി വധക്കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികൾക്കെതിരെ IPC 302, 201, 34 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റം ചുമത്തിയത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും CBI. മഴക്കെടുതിയിൽ ഉത്തരാഖണ്ഡിന് ധനസഹായം പ്രഖ്യാപിച്ച് ഹരിയാന. അടിയന്തര സഹായമായി 5 കോടി രൂപ നൽകുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ.
2020 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ അയർലൻഡിന് 172 റൺസ് വിജയലക്ഷ്യം. രണ്ടാം പൂർത്തിയാകുന്നു.